ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ശാലിനി അവിടെ വീട്ടിൽ ഉമ്മറത്ത്, അതായത് സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് മണ്ടോദരിയുടെ മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതായത് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതി. ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ പറയാണ്, എടാ ശാലിനി എൻ്റെ ഫ്രണ്ടാണ്. അതേപോലെ തന്നെ അമ്മയെ കണ്ടപ്പോൾ അമ്മയോടും പറയാണ്, അയ്യേ അമ്മേ എനിക്ക് ഗേൾ ഫ്രണ്ടോ? അയ്യേ അമ്മേ എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നുമില്ല, ഇതെൻ്റെ ഫ്രണ്ടാണ്. അമ്മേ രാവിലെ തൊട്ട് ഞാൻ ദേവൻ്റെ വീട്ടിലുണ്ട്. അമ്മേ ഞാനെന്തിനാ അമ്മേ പെണ്ണിനെയും കൊണ്ട് കഫേയിലൊക്കെ പോകുന്നത്? അപ്പോൾ അമ്മ വീണ്ടും പറയാണ്, അല്ല അരവിന്ദ്, നിന്നെ ഒരു പെണ്ണിനെയും കൊണ്ട് കഫേയിലേക്ക് പോകുന്നത് കണ്ടിനല്ലോ. അപ്പോൾ വീണ്ടും അവൻ തിരുത്താണ്, ഇല്ല അമ്മേ, ഞാനങ്ങനെ പെണ്ണിനെയും കൊണ്ടൊന്നും കഫേയിലൊന്നും പോവില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് ദേവൻ്റെ വീട്ടിലാണുള്ളത്. ഇതൊക്കെ ശാലിനി തിരിച്ചും മറിച്ചും ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇവനെ തന്നെയാണല്ലോ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയാണ് എന്ന് പോലും ഓർക്കാതെയാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. ഇനിയിപ്പോൾ അവൻ നാളെ ഒരു ദിവസം നാളെ ഒരു ദിവസം എന്നെ അറിയില്ല എന്ന് വരെ പറഞ്ഞേക്കില്ലേ? കൃത്യസമയത്ത് അവൻ്റെ യഥാർത്ഥ മുഖം ദൈവം കാണിച്ചു തന്നത്. അപ്പോഴേക്കും അവൻ്റെ കോൾ വരികയാണ്. അവൻ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യാണ്. എന്നിട്ട് അവൾ വീണ്ടും വിളിക്കുന്ന കണ്ടത് പറയാണ്, കട്ട് ചെയ്തിടുന്നത് കണ്ടിട്ടും പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നത്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, എന്തായാലും ഞാൻ കോൾ എടുക്കില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയും അവരും തന്നെ തമ്മിൽ കീരിയും പാമ്പും പോലെയാ. കണ്ട അപ്പം തന്നെ കടിച്ചു കീറാൻ തുടങ്ങും. അമ്മയെങ്ങാൻ ഈ കാര്യം അറിഞ്ഞാൽ അത്ര തന്നെ. വരും വരായികകളെ ചിന്തിക്കാതെയല്ലേ ഞാനിങ്ങനെ എടുത്തു ചാടിയത്. ഇപ്പോഴെങ്കിലും അവൻ കള്ളനാണെന്ന് മനസ്സിലായത് തന്നെ വലിയ കാര്യം. ഇങ്ങനെ ഓരോന്നും ചിന്തിക്കുന്ന സമയത്താണ് വാസന്തി വന്ന് അവിടെ അരികിൽ നിൽക്കുന്നത്. വാസന്തി വന്ന് നിന്നത് പോലും അവൾ അറിഞ്ഞില്ല. വാസന്തി തന്നെ ആ സമയത്ത് ചിന്തിക്കുകയാണ്, സോഫയിൽ കയറിയിരുന്ന മാഡം വലിയ ആലോചനയിലാണല്ലോ. വീട്ടിൽ എന്തുമാത്രം പണി കിടക്കുന്നു, എന്നിട്ട് ഒന്നും നോക്കാതെ സപ്രപഞ്ചത്തിൽ കയറി ഇരുന്ന് സ്വപ്നം കാണുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നിന്നെയാ. 3 നേരവും വെട്ടി വിഴുങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ കയറി ഇരുന്നാൽ കഴിച്ചതെങ്ങനെയാടി ദഹിക്കുക? മേലനങ്ങി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. വലിയ കപ്പൽ മുങ്ങിയതുപോലെയല്ലേ ഇരുന്ന് ആലോചിക്കുന്നത്. പണിയൊന്നും ഇല്ലാതെ ചോറിയും കുത്തി നിൽക്കുകയല്ലേ. വീട് കാണുന്നില്ലേ, മുഴുവൻ അഴുക്ക് പിടിച്ച് പൊടിയും പിടിച്ച് നിൽക്കുക. എല്ലായിടത്തും മാറാലയുമുണ്ട്. വീടിങ്ങനെ പൊടി പിടിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് മാറാല പിടിച്ചിരിക്കുന്നത്. പൊടിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിക്കേ. ആരെയാ നീ നോക്കി പേടിപ്പിക്കുന്നേ? ഇത് ഞങ്ങൾ വെച്ച വീടാ, ഇവിടുന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് അവകാശവും പറഞ്ഞുകൊണ്ട് വന്നാൽ മാത്രം മതിയോ? വീടാവുമ്പോൾ വൃത്തിക്ക് വെക്കണം എന്നറിഞ്ഞൂടെ? ഇനിയൊക്കെ വളർത്തിയ ആ തള്ളയെ പറഞ്ഞാൽ മതിയല്ലോ, അങ്ങോട്ട്. ഷാലു അത് കേട്ടപ്പോൾ തന്നെ എണീറ്റ് പോയി. അപ്പോൾ വാസന്തി അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, പണിക്കാരിക്ക് കൊടുക്കേണ്ട ക്യാഷൊക്കെ ലാഭിക്കാം, തടി അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ശാലിനി അത് കേട്ട് വന്ന് അവിടെ ഷോക്കേസിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു തുണിയെടുത്ത് തുടക്കുകയാണ്. ശാലിനി തുടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബൗള് പോലത്തെ ഒരു സാധനം താഴെ വീണ് പൊട്ടി. അത് പൊട്ടിയതും ശാലിനി ഞെട്ടി. അതുപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന വാസന്തിയും. അപ്പോഴേക്കും രാജേശ്വരിയും രുക്മിണിയും അവിടെ ഓടിയെത്തിയിരുന്നു. വാസന്തി അമ്മയാണെങ്കിലോ, അയ്യോ എൻ്റെ പൊന്നു തമ്പുരാനേ, നല്ലൊരു ദിവസമായിട്ട് ചില്ലുപാത്രം പൊട്ടിച്ചു കളഞ്ഞല്ലോ. രാജേശ്വരി ചോദിക്കുകയാണ്, ചേച്ചി ഇവളോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? രാജേശ്വരി പറയുന്നത് കേട്ട് രുക്മിണി ചോദിക്കുകയാണ്, പൊടിമോളെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിന്നേ? കേട്ട് വാസന്തി, ആഹാ, ഏത് നേരത്താണോ നിന്നെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഓരോന്നായിട്ട് ദുർനിമിത്തങ്ങളല്ലേ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് അപകടത്തിൻ്റെ സൂചനയാണെന്ന് ആർക്കറിയാം? അത് കേട്ട് രുക്മിണി വാസന്തിയെ തന്നെ നോക്കുകയാണ്. 4 വശത്തും ചില്ല് തെറിച്ച് കയറിയിട്ടുണ്ടാവും. വല്ലവരുടെയും കാലിൽ കുത്തി കയറിയാൽ അത് മതി. പിന്നെ വലിയ കഷ്ണങ്ങളൊക്കെ പെറുക്കി കളഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് തുടക്കാൻ നോക്ക്. ചൊവ്വാഴ്ച ദിവസം ചില്ല് പൊട്ടിച്ചിരിക്കുന്നു. മോള് അമ്മയോട് പറയാണ്, അമ്മേ എൻ്റെ കൈ തട്ടി പൊട്ടിപ്പോയതാ അമ്മേ, സോറി അമ്മേ. സാരമില്ല മോളെ, നീ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യാൻ നോക്കിയാൽ മതി. രാജേശ്വരി പറയാണ്, ചേച്ചി നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചില്ലുപാത്രം പൊട്ടുന്നത് നന്നല്ല എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഇനി പറയാണ്, അങ്ങനെയൊന്നുമില്ല, നീ ചെന്ന് ആ ചൂലും മുറവും ഇങ്ങ് എടുത്തുകൊണ്ട് വന്നേ. അതിനോട് അമ്മ പറയാണ്, അതിങ്ങ് തന്നേ മോളെ. വേണ്ടമ്മേ, ഞാൻ ചെയ്യാം. വേണ്ട, നീ അതിങ്ങ് തന്നേക്ക്, എന്നിട്ട് നീ ചെന്ന് പഠിക്കാൻ നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് രുക്മിണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. രുക്മിണി അതൊക്കെ പൊറുക്കി അതിൽ ഇടുകയാണ്. അപ്പോൾ രാജേശ്വരി പറയാണ്, പതുക്കെ ചേച്ചി, കൈ കൊള്ളണ്ട. അതൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ രുക്മിണി ചിന്തിക്കുകയാണ്, രാജേശ്വരി പറഞ്ഞതുപോലെ ഇതൊരു ദുർനിമിത്തമാണോ ഈശ്വര?
അവിടെ കാറ്ററിങ്ങിൻ്റെ ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, അതിലൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അത് രാധിയോടാണ് ചോദിക്കുന്നത്, അതെ ഇതൊക്കെ നിങ്ങളുടെ ബന്ധുക്കളാണോ? അതെ അതെ ചേട്ടാ, അത് ഒന്ന് എൻ്റെ നീലേട്ടൻ, അവർ രണ്ടുപേരും എൻ്റെ കസിൻസാണ്, എൻ്റെ അമ്മായിയുടെ മോള്. അദ്ദേഹം ചോദിക്കുകയാണ്, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചല്ലേ ഈ ഹോട്ടൽ നടത്തുന്നത്? കാണാൻ തന്നെ എന്ത് രസാ. അതൊക്കെ കേട്ട് രാധിക്ക് നല്ല സന്തോഷം തോന്നാണ്. അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എനിക്കത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് കൊടുത്തു വിട്ടോ. നീല, ഒന്ന് നീ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. പായസത്തിനോട് പറയാണ്, എല്ലാം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പാത്രങ്ങളൊക്കെ ഞങ്ങൾ വന്ന് എടുത്തോളാം, അദ്ദേഹത്തോട് പറയാണ് നീലൻ. ഒന്നുമില്ല, ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചോളാം. ശരി, താങ്ക്സ് ചേട്ടാ. ഒരുപാട് നന്ദി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം, പോട്ടെ. എല്ലാം പറയാണ്, പണിക്കാരെ കിട്ടാണ്ടായപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഓർഡർ നമ്മൾ റെഡിയാക്കി കൊടുത്തു. ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണ്. ശരിയാണ് നീല, അയാൾ നല്ല എമൗണ്ട് അല്ലേ നമുക്ക് ഓഫർ ചെയ്തത്? എൻ്റെ ടെൻഷനാണ്. അപ്പോൾ പിന്നെ കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ അവർ നാളെ പിന്നെയും വരുള്ളൂ. പക്ഷെ നാളായില്ലേ നമ്മളിങ്ങനെ ഓർഡറൊക്കെ എടുത്തിട്ട്. ഇതൊന്നും വിടാൻ പാടില്ല. ഹോട്ടലിനേക്കാളും ലാഭം ഓർഡർ തന്നെയാണ്. അപ്പോഴാണ് പായസം രാധിയെ തോണ്ടിയിട്ട് പറയുന്നത്, നീ പറയ്. നീലേട്ടാ, ഞാനെന്നാ വീട്ടിലേക്ക് പോവുക. അതുപോലെ തന്നെ അപ്പോൾ നീലൻ ചോദിക്കുകയാണ്, നിനക്കെന്താ ഇത്ര ധൃതി? അല്ല നീലേട്ടാ, ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. നീലൻ പറയാണ്, ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. അപ്പോൾ പായസം പറയാണ്, ബാക്കിയുള്ള ചിക്കൻ കറി പാക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും, അതിപ്പം കൊണ്ടുവരും. അത് ഇപ്പോൾ നിനക്ക് കൊണ്ടുവന്ന് തരുമായിരിക്കും. അപ്പോഴേക്കും നീലൻ പൈസയുമായിട്ടാണ് തിരിച്ചെത്തിയത്. നീലൻ ആ പൈസ എണ്ണിയിട്ട് രാധികയോട് പറയാണ്, രാധികെ ഇന്നാ. അപ്പോൾ രാധിക, നീലേട്ടാ എന്താ ഇത്? നീലേട്ടൻ എന്തിനാ എനിക്ക് ക്യാഷൊക്കെ തരുന്നേ? പുറത്തെ ആളൊന്നുമല്ലല്ലോ. ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെയൊന്നും കരുതണ്ട, പുറത്തുനിന്ന് ഒരാൾ വന്നാലും ക്യാഷ് ഞാൻ തന്നെ കൊടുക്കണ്ടേ? തെറ്റിദ്ധരിക്കണ്ട, ലാഭത്തിൻ്റെ ഒരു ഷെയർ നിനക്ക് തരുന്നു എന്ന് നീ കൂട്ടിയാൽ മതി. നമ്മുടെ സ്വന്തം ബിസിനസ്സല്ലേ ഇത്, അപ്പോൾ ലാഭം കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം നമ്മൾ പങ്കിട്ടെടുക്കണ്ടേ? പിന്നെ അവളൊന്നും ചിന്തിച്ചില്ല. ആ കാശ് നീലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നീലൻ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. പിന്നെ പായസത്തിന്, പിന്നെ ഡെക്ലേസിന്, ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അപ്പോൾ രാധി പറയാണ്, എന്നാൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ നീലേട്ടാ? നീ നിൽക്ക്, പോകല്ല, ഓട്ടോ വിളിച്ചു തരാം. നീലേട്ടാ വേണ്ട, ഒന്നും വേണ്ട നീലേട്ടാ, ഞാൻ ബസ്സിന് പോയിക്കോളാം. അല്ലെങ്കിൽ തന്നെ പായസം ചേട്ടനും കൂടെ ഉണ്ടല്ലോ. ശരി, സൂക്ഷിച്ചു പോകണേ. ശരി നീലേട്ടാ. പായസം വാങ്ങിച്ചു വെച്ചേക്കണേ, 1/2 ലിറ്റർ എന്ന് പറയാൻ ഡെക്ലേസ്. എന്തിനാ ഇപ്പോൾ ഇത് എന്ന് ചോദിക്കുകയാണ് രാധി. അപ്പോൾ പായസം പറയാണ്, അത് പിന്നെ മേലും കൈയൊക്കെ ഒരു വേദന, അതുകൊണ്ടാണ്. പായസം ചേട്ടാ എന്ത് പറയുന്നു? നീലേട്ടൻ എനിക്ക് ഓട്ടോ പിടിച്ചു തരാമെന്ന് പറയുന്നു. രാവിലെ തൊട്ട് പട്ടിയെപ്പോലെ പണിയെടുക്കല്ലേ, അപ്പോൾ പിന്നെ അവൻ ഓട്ടോയിലല്ല, അവൻ്റെ ബൈക്കിൽ തന്നെ നിന്നെ കൊണ്ടുപോയി വിടും. അപ്പോഴാണ് നീലൻ ഇന്ദുവിനെക്കുറിച്ച് ഓർത്തത്. ഇന്ദുവിനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് വെച്ചാൽ ആളെ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓട്ടത്തിനും പോയതായിരിക്കുമോ? ഫോൺ വിളിച്ചെങ്കിലും പറയണമല്ലോ. അതേസമയം ഇന്ദുമതി അവിടെ മറിഞ്ഞു കിടക്കുന്ന ഓട്ടോയിൽ തന്നെയാണുള്ളത്. ഇന്ദുമതിയുടെ ചുറ്റും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ആരും ഇന്ദുമതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല. അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വന്നത്. ആ ഓട്ടോക്കാരൻ പെട്ടെന്ന് തന്നെ ഓട്ടോ നിർത്തിയിട്ട് അവിടെ വന്ന് ഇന്ദുമതിയെ നോക്കുകയാണ്. അയ്യോ, ഇതെന്താ പറ്റിയത് പെങ്ങളെ? ഒരു ഓട്ടോ ഡ്രൈവറല്ലേ ഇവിടെ കിടക്കുന്നത്? ഇത്രയും പേര് വായി നോക്കി നിൽക്കാന്നല്ലാതെ ആരും ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല അല്ലേ? നിങ്ങൾക്കാർക്കും ഒരു ആംബുലൻസ് വിളിക്കാൻ പോലും പറ്റിയില്ല? ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ടാണോ നിങ്ങൾക്കാർക്കും ഒരു വിലയുമില്ലാത്തത്? പെട്ടെന്ന് തന്നെ ആ ഓട്ടോക്കാരൻ ഒരു ആംബുലൻസിനെ വിളിക്കുകയാണ്. ഹലോ, ആംബുലൻസ് ആണോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാക്കനാട് ഓട്ടോ ഡ്രൈവർ ആക്സിഡൻ്റ് ആയി കിടപ്പുണ്ട്, ഇങ്ങോട്ട് വരുമോ? സ്ത്രീയാണ്. എന്നിട്ട് അദ്ദേഹം അവരെ വിളിക്കുകയാണ്, ഇന്ദുമതിയെ. പെങ്ങളെ എഴുന്നേൽക്ക് പെങ്ങളെ ഒന്ന് കണ്ണുർ നോക്കിയേ. ഇന്ദുമതിക്ക് ഒരനക്കവും ഇല്ല. ഇന്ദുമതി അവിടെ ബോധം കെട്ട് കിടക്കുന്ന രീതിയിലാണുള്ളത്. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? സമയത്താണ് ഇന്ദുമതിയുടെ ഫോണിൽ നീലൻ വിളിക്കുന്നത്. ഫോണ് റിങ്ങടിഞ്ഞ് കട്ടാവുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. സാധാരണ ഞാൻ ഫോൺ ചെയ്ത ഉടനെ തന്നെ ഇന്ദു എടുക്കുമല്ലോ. എന്നിട്ടിപ്പോൾ 2 തവണ വിളിച്ചിട്ടും അവളെന്താ ഫോൺ എടുക്കാത്തേ? ഇവിടെ പോയതാവും, ഇന്ന് സ്റ്റാൻഡിലേക്കും വന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും ആംബുലൻസ് അവിടെ എത്തി. പെട്ടെന്ന് തന്നെ ഇന്ദുമതിയെ ആംബുലൻസിൽ കയറ്റി. നീലനും ഡെക്ലേസും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓടി വന്ന് രുക്മിണി അമ്മ പറയാണ്, മോനെ എന്താ അമ്മേ, ഇന്ദുമതി നിനക്ക് ഫോൺ വല്ലതും ചെയ്തിരുന്നോ? ഞാനവളെ രാവിലെ തൊട്ട് വിളിക്കാൻ ശ്രമിക്കുക, പക്ഷേ ഫോൺ അവൾ എടുക്കുന്നില്ലല്ലോ. അവൾ ഇവിടെ വല്ല ജോലിയിലും ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയേ. സ്റ്റാൻഡിലും കാണാനില്ല. അപ്പം നീലം പറയാണ്, ഞാനും 1-2 തവണ അവളെ വിളിച്ചിരുന്നു, എന്നെയും ഇതുവരെയായിട്ട് തിരിച്ചു വിളിച്ചിട്ടില്ല.
അല്ല അളിയാ, രാവിലെ തൊട്ട് ഇന്ദു ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയാണ്, ഷേ എന്തായിരിക്കടാ കാര്യം? നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും പേടിയാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു തവണ കൂടി വിളിച്ചു നോക്കട്ടെ അമ്മേ. വിളിച്ചു നോക്കും മോനെ. അപ്പോൾ അവിടെ നിലത്ത് കിടക്കുന്ന ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വീട്ടിൻ്റെ വർക്ക് ഒരു കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഫോണ് റിങ് അടിയുന്നത് കണ്ടിട്ട് പറയുന്നത്, അയ്യോ ആരെയാണാവോ ഫോൺ ഇവിടെ കിടക്കുന്നത്? അദ്ദേഹം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. ഹലോ, ഹലോ. നീലനും പുറത്തുനിന്ന് ചോദിക്കുകയാണ്, ഹലോ. ഓ ആരാ നിങ്ങൾ? ചേട്ടാ എൻ്റെ പേര് നീലകണ്ഠനാ. ഇല്ലേ അവിടെ? നീലകണ്ഠനോ? എൻ്റെ പേര് ഗോപകുമാർ എന്നാ. ഫോൺ ഇവിടെ നിലത്ത് കിടക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്തതെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു നോക്കിയതാ. ഫോൺ നിലത്ത് കിടക്കുകയായിരുന്നോ? നിലത്തെങ്ങനെയാണ് വന്നത്? അപ്പോൾ ഡക്ലേസ് പറയാണ്, നീല ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. ഫോൺ എങ്ങനെയാണ് നിലത്ത് വീണത്? ഇതെൻ്റെ ഭാര്യയുടെ ഫോണാ. സ്ഥലത്താ ഇത് വീണ് കിടന്നേ? കാവനാട് ജംഗ്ഷൻ്റെ അടുത്താ, അഗസ്ത്യ സ്ട്രീറ്റ്. ചേട്ടാ നിങ്ങളിപ്പോൾ അവിടെയുണ്ടോ? ഞാനിവിടെ തന്നെയുണ്ട്. എന്നാൽ പിന്നെ അവിടെ നിന്ന് പോവല്ലേ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. എന്താ വന്നോ? ഞാനിവിടെ തന്നെയുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി ചേട്ടാ. എന്ത് പറ്റിയതാവും? അയാൾ പറഞ്ഞത് ഫോണ് നിലത്തുനിന്നാണ് കിട്ടിയെന്നാ. അപ്പോൾ തന്നെ രുക്മിണിയും അതേപോലെ തന്നെ ഡക്ലേസും ഒക്കെ വിഷമത്തോടെ ചോദിക്കുകയാണ്, എന്തായിരിക്കും? നീലകണ്ഠനും പറയാണ്, എന്തായിരിക്കും എൻ്റെ ഈശ്വര? നീലകണ്ഠ, ഓട്ടോയിൽ നിന്നെങ്ങാനും ഫോൺ തെറിച്ചു പോയതായിരിക്കും. അപ്പോൾ വീണത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന തിരക്കിൽ എവിടെയെങ്കിലും വീണതാവും. നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് നോക്കിയിട്ട് വന്നാലോ? നമുക്ക് തൽക്കാലം നല്ലത് തന്നെ ചിന്തിക്കാലോ. ശരിയാടാ, നമുക്ക് വേറൊന്നും ചിന്തിക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചു കാണോ? നീ വെറുതെ ഓരോന്ന് കടന്ന് ചിന്തിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ശരിയാടാ ഡക്കെ, നീ ഒന്ന് കട നോക്കിക്കോ. അപ്പോഴേക്കും ഞാൻ എന്താണെന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ശരിയടാ നീല, നീ സമാധാനമായിട്ട് പോയിട്ട് വാ. കടയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മോനെ നിൽക്ക്, ഞാനും നിൻ്റെ കൂട്ടത്തിൽ വരിക. ശരിയമ്മേ, വാ എന്നാ. ഞങ്ങൾ പോയിട്ട് വരാം. എടാ അവിടെ എത്തിയിട്ട് വിളിക്കണേ. അവിടെ രുക്മിണിയും ഇറങ്ങി. എന്നിട്ട് ചോദിക്കുകയാണ്, നീലകണ്ഠ അയാൾ പറഞ്ഞ സ്ഥലം ഇവിടെ തന്നെയായിരുന്നില്ലേ? അതെ അമ്മേ. ഇവിടെ തന്നെയമ്മേ. അതെ. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പം എന്താ ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് ഇന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കട്ടെ അമ്മേ. ചേട്ടാ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കണ്ട അവിടെ അടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നത് കണ്ടോ? അതെ ചേട്ടാ. എന്നാൽ അവിടെ നിൽക്ക്, ഇങ്ങോട്ടേക്ക് വരാം. ശരി നിൽക്കാം. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത്രേ. അപ്പോൾ രുക്മിണിയമ്മ ചോദിക്കുകയാണ്, ഇത് തന്നെയല്ലേ? അതെ അമ്മേ. ചേട്ടാ നിങ്ങൾ നീലകണ്ഠനല്ലേ? അതെ ചേട്ടാ. ഇതെൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പറാ. ഇവിടെ തൊട്ട് വിളിച്ചിട്ട് എടുക്കാണ്ടായപ്പോൾ ഞങ്ങളാകെ പേടിച്ചു പോയി. ഞാനൊന്നും ഉണ്ടാവില്ല. ഫോൺ ഇവിടെ നിന്നാണ് കിട്ടിയത്. ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് കരുതി. ചേട്ടാ ഫോൺ കൃത്യമായിട്ട് എവിടെയാണ് കിടന്നേ? അതെ അവിടെ. ശരി ചേട്ടാ, എന്നാൽ ഞങ്ങൾ പോകട്ടെ. പേടിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നീലകണ്ഠൻ ബൈക്കിൽ കയറി എന്നിട്ട് സ്റ്റാർട്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നീലകണ്ഠൻ്റെ ബേജാറും വിഷമവും കണ്ടിട്ട് രുക്മിണിയമ്മ പറയാണ്, അല്ല നീലകണ്ഠ മോനെ, നീ എന്താ ചെയ്യുന്നത്? നീ ഒന്ന് സമാധാനപ്പെട് ആദ്യം. ഇനി പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അല്ലമ്മേ, ഫോൺ നിലത്ത് കിടന്ന് കിട്ടുക എന്ന് വെച്ചാൽ അതാ. ഓട്ടോയാവുമ്പോൾ പലരും കയറി ഇറങ്ങുന്നതല്ലേ, അതിനിടയ്ക്ക് കയ്യിൽ നിന്ന് തെറിച്ച് വീണതായിരിക്കും. അതവൾ ശ്രദ്ധിച്ചു കാണില്ല. ആയിട്ട് എന്തിനാ വെറുതെ ഓരോന്ന് കിടന്ന് ചിന്തിക്കാൻ നിൽക്കുന്നേ? അപ്പോൾ ഫോൺ പോയത് അറിഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ തപ്പിയിട്ട് ഇന്ദു ഇങ്ങോട്ടെങ്ങാനും തിരിച്ചു വരികയാണെങ്കിലോ മോനെ? അമ്മ വണ്ടിയിൽ കയറ്, നമുക്ക് നോക്കാം. വണ്ടിക്ക് താക്കോലിട്ടില്ലേ? നീ ധൈര്യമായിരിക്കും നീലകണ്ഠ, വണ്ടി കയറ്. ആ ചേട്ടൻ പറഞ്ഞത് ഈ സ്ഥലമാണ്. ഇന്ദു ചിലപ്പോൾ നേരത്തെ വന്ന് ഫോൺ തിരഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലോ? ആണെങ്കിൽ ഇവിടെ അടുത്ത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? നമുക്കവിടെ ചോദിക്കാം. അപ്പോൾ നീലകണ്ഠൻ ചുറ്റും നോക്കുകയാണ്. അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഓട്ടോ അവിടെ ചെരിഞ്ഞു വീണ് കിടക്കുന്നത് നീലകണ്ഠൻ ശ്രദ്ധിച്ചത്. കണ്ഠൻ ആ ഓട്ടോ കണ്ടതും പെട്ടെന്ന് ഞെട്ടി തരിച്ചു നോക്കുകയാണ്. എന്താ മോനെ, ഇന്ദുവിൻ്റെ ഓട്ടോ അല്ലേ അത്? ശരിയാണല്ലോ മോനെ, അത് ഇന്ദുവിൻ്റെ ഓട്ടോ തന്നെയാണ്. എൻ്റെ ഓട്ടോ എന്താ ഇങ്ങനെ ഇവിടെ വീണ് കിടക്കുന്നത്? പിന്നെ അവർ രണ്ടുപേരും ഓടി ആ ഓട്ടോയുടെ അരികിലേക്ക് പോവാണ്. ഇന്ദുവിൻ്റെ ഓട്ടോ തന്നെയാണിത്. എന്ത് പറ്റിയോ ആവോ? ഇന്ദു, അയ്യോ. രുക്മിണിയമ്മ അതേസമയം ഓട്ടോയുടെ അകത്തൊക്കെ നോക്കുകയാണ്. ആ സമയത്താണ് ആ സീറ്റിൽ ബ്ലഡ് കാണുന്നത്. അയ്യോ മോനെ, എന്താ അമ്മേ ഇവിടെ ചോരയൊക്കെ കിടക്കുന്നു മോനെ? എവിടെ അമ്മേ? അവൻ പോയി കൈകൊണ്ട് തൊട്ട് നോക്കി. എന്നിട്ട് പറയാണ്, അതേ ശരിയാണല്ലോ അമ്മേ, ഇന്ദുവിന് എന്താ പറ്റിയത്? എന്താ അമ്മേ പറ്റിയത്? പിന്നെ രണ്ടുപേരും ചേർന്ന് അവിടുന്ന് പൊട്ടിക്കരയാണ്, രുക്മിണി അമ്മയും നീലകണ്ഠനും. ഇന്ദുവിന് എന്താ പറ്റിയമ്മേ? നീലകണ്ഠ നീ പേടിക്കല്ലേ, കാര്യം എന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ എന്താ ഈ ഓട്ടോ എങ്ങനെയാണ് ഇവിടെ ആക്സിഡൻ്റ് ആയത്? എനിക്കറിയില്ല, ഞാനിപ്പോഴാണ് ഈ വഴി വരുന്നത്. ദേ അവിടെ ചോദിക്കുക. അതെ ചേട്ടാ, ആ ഓട്ടോ എപ്പോഴാണ് ഇവിടെ മറിഞ്ഞേ? ഓട്ടോയിലുണ്ടായിരുന്ന അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒരു 2-3 മണിക്കൂറായി കാണും. ആ ഓട്ടോ നല്ല വേഗത്തിലാണ് വന്നത്. സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി മറിഞ്ഞ് തെന്നിപ്പോയതാ. അയ്യോ അയ്യോ. ഇതിലെ ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിയോ? തലയിൽ ഒരു പരിക്കുണ്ടായിരുന്നു.
രുക്മിണി അമ്മയും നീലകണ്ഠനും അവിടുന്ന് ആകെ വിഷമത്തോടെ പരുങ്ങാണ്. ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ ആ സമയം തന്നെ കൊണ്ടുപോയിരുന്നു. ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയോ ചേട്ടാ? ഒന്നും അറിയില്ല, ആരോ ആംബുലൻസ് വിളിച്ച് വരുത്തി കൊണ്ടുപോയതാ. അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ആ വാ അമ്മേ, പെട്ടെന്ന് വാ മോനെ. എൻ്റെ ഈശ്വര, എൻ്റെ ഇന്ദുവിന് എന്താ പറ്റിയത്? എൻ്റെ മോൾക്ക് ഈടെയായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. മോനെ നീലകണ്ഠ, എനിക്ക് ആകെ പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. മോനെ പെട്ടെന്ന് പോയി നോക്കാം വാ. രണ്ടുപേരും വിഷമത്തോടെ ഓടി ബൈക്കിൽ കയറിയിട്ട് പോവാണ്. അവിടെ ഹോസ്പിറ്റലിലെത്തി വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് നീലകണ്ഠൻ രുക്മിണി അമ്മയും മുകളിലേക്ക് ഓടി കയറി പോവാണ്. ഓട്ടത്തിനിടെ നീലകണ്ഠൻ വെച്ച് വീഴാൻ ശ്രമിച്ചു. അവിടെ സ്ട്രെച്ചർ ഉണ്ടായിരുന്നു, അതിലേക്കാണ് നീലകണ്ഠൻ വീണത്. രുക്മിണി അമ്മ ഓടിപ്പോയിട്ട് അവനെ പിടിക്കുകയാണ്. മോനെ നീലകണ്ഠ, വല്ലതും പറ്റിയോ? നോക്കി കയറണ്ടായിരുന്നോ? മോനെ നീ പതുക്കെ പോ. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് ചോദിക്കുകയാണ്, മേഡം എൻ്റെ ഭാര്യ ഇന്ദുമതി, അവളൊരു ഓട്ടോ ഡ്രൈവറാ. ആക്സിഡൻ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മേഡം. എവിടെയാണുള്ളത്? പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ? അപ്പോൾ രുക്മിണി അമ്മ പറയാണ്, ഇന്ദുമതി. നോക്കൂ സിസ്റ്ററെ, ഇന്ദുമതിയുടെ പേരിൽ ഇവിടെ ആരും അഡ്മിറ്റ് ആയിട്ടില്ലല്ലോ. ഞാൻ ശാരിക എന്നുള്ള 2 ആക്സിഡൻറ്റ് കേസുണ്ട്. OP-യിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കണ്ണൻ അവിടെയൊക്കെ തിരയാണ്, ഇന്ദു എന്ന് വിളിച്ച്. OP-യിലും അങ്ങനെ ഒരു പേരില്ലല്ലോ. അതൊക്കെ കേട്ട് നീലകണ്ഠൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ വിഷമത്തോടെയും സങ്കടത്തോടെയും കരഞ്ഞുകൊണ്ട് ഇവിടെ കണ്ണുകൾ ഓടിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.